ഹായ്, ഞാനിവിടെ നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന നമ്മുടെ വീട്ടിലെ അത്യാവശ്യം വേണ്ട ഒരു ക്ലീനിങ് റുട്ടീനിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഡെയിലി ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ സിറ്റൗട്ടുകൾ നമ്മൾ നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കണം. നല്ല വൃത്തിയിൽ ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ അനാവശ്യമായി ചെരുപ്പുകൾ ഊരിയിടാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനൊക്കെ ഇതുപോലുള്ള റാക്കുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഒരുപാട് ഓൺലൈൻ സൈറ്റുകളിൽ ഇപ്പോൾ ഇതുപോലുള്ള ഒരുപാട് റാക്കുകൾ വെറൈറ്റി മോഡൽസിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് വാങ്ങാവുന്നതാണ്. അതുപോലെ നമ്മുടെ ലിവിങ് സ്പേസുകളൊക്കെ വെൽ അറേഞ്ച്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഒരിക്കലും മെസ്സി ആയിട്ട് ഇടാതിരിക്കുക. നമ്മുടെ മക്കളുണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞ് അതൊരു റൊട്ടീനാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ ലിവിങ് സ്പേസ്, ഡൈനിങ് സ്പേസ് എല്ലാം നമ്മൾ നീറ്റായിട്ട് വെൽ അറേഞ്ച്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ നമ്മുടെ തുണികളൊക്കെ അലക്ഷ്യമായിട്ട് ഒരു സ്ഥലത്ത് ഇതുപോലെ കുഞ്ഞുകൂടെ ഇടാതിരിക്കുക, കസേരകളിൽ വെക്കാതിരിക്കുക. അത് അതിൻ്റേതായിട്ട് ടൈമിൽ ഫോൾഡ് ചെയ്ത് സൂക്ഷിക്കുക. അതേപോലെ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇതുപോലത്തെ ബാസ്ക്കറ്റുകൾ യൂസ് ചെയ്യാം. അലക്കാനുള്ള തുണികൾ ഇതുപോലത്തെ ബാസ്ക്കറ്റുകൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബെഡ്റൂം സ്പേസുകൾ. ബെഡ്റൂം നമ്മൾ നന്നായിട്ട് നീറ്റായിട്ട് പില്ലോസ് ആണെങ്കിലും നമ്മുടെ ബെഡ്ഷീറ്റ്സ് ആണെങ്കിലും നമ്മൾ നല്ല വെല്ലായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വാഷ് ബേസിൻസ് ഒരു ബാഡ് സ്മെൽ ഇല്ലാതെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ബാത്റൂംസ് ആണെങ്കിലും ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ ഡെയിലി ക്ലീൻ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ കിച്ചൺ സിങ്കിൽ ഒരുപാട് പാത്രങ്ങളൊന്നും വേസ്റ്റായിട്ടുള്ള പാത്രങ്ങളൊന്നും ഇടാതെ അത് അതിൻ്റേതായ ടൈമിൽ കഴുകി സൂക്ഷിക്കുക. നമ്മുടെ കൗണ്ടർ ടോപ്സ് ഒക്കെ എപ്പോഴും വെല്ലായിട്ട് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വീട് ഒരു വെൽ അറേഞ്ച്ഡ് വീടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്.